ഹായ്, സ്റ്റെമ്മിൻ്റെ മെയിൻ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? റൂട്ട് മുതൽ ലീഫ് വരെ സൈലം വഴി വാട്ടറും മിനറൽസും എത്തിക്കുക, പ്രിപ്പയർ ചെയ്ത ഫുഡ് ഫ്ലോയം വഴി മറ്റു ഭാഗങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നൊക്കെയാണല്ലേ. എന്നാൽ ചില പ്ലാന്റ്സുകളിൽ മറ്റു പല ഫംഗ്ഷൻസും ചെയ്യാനായിട്ട് സ്റ്റെം മോഡിഫൈ ചെയ്തിരിക്കുന്നു. അതിനെയാണ് സ്റ്റെം മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. എന്താണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ? മണ്ണിൻ്റെ ഉപരിതലത്തിന് താഴെയായിട്ടാണ് ഇത്തരം സ്റ്റെം മോഡിഫിക്കേഷൻസ് കാണുന്നത്. ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ മോഡിഫിക്കേഷൻസ് ഉണ്ടാകുന്നത്. അതുപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഇത് സഹായിക്കുന്നു. എങ്ങനെയൊക്കെയാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ക്ലാസിഫൈ ചെയ്തതെന്ന് നോക്കാം. റൈസോം, സ്റ്റെം ട്യൂബ്, കോം, ബൾബ്സ് എന്നിവയൊക്കെയാണവ. ആദ്യത്തേത് റൈസോം. മണ്ണിനടിയിൽ ഹൊറിസോണ്ടലായി അല്ലെങ്കിൽ മണ്ണിനടിയിൽ പരന്ന് വളരുന്ന തരം സ്റ്റെം മോഡിഫിക്കേഷനാണിത്. നോഡ്സും ഇന്റർ നോഡ്സും കാണാം. ഈ നോഡിൽ നിന്നുമാണ് സ്കെയിൽ ലീവ്സും പിന്നെ ബഡ്സും അഡ്വൻറ്റീഷ്യസ് റൂട്ടും മുളച്ചു വരുന്നത്. അതിന് എക്സാമ്പിളാണ് ജിഞ്ചർ, ടർമറിക്, താന, ബനാന എന്നിവയൊക്കെ. അടുത്തതാണ് ട്യൂബർ. മണ്ണിനടിയിൽ സ്റ്റെമ്മിൻ്റെ ശാഖകളുടെ അറ്റം വളർന്ന് അതിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. ഈ കാണുന്ന ഈ ഭാഗമാണ് ഐസ് അല്ലെങ്കിൽ ഓക്സിലറി ബഡ് എന്നറിയപ്പെടുന്ന ഭാഗം. ഇതിൽ നിന്നുമാണ് പുതിയ ഷൂട്ട് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ പൊട്ടറ്റോ. അടുത്തതാണ് കോം. വേർട്ടിക്കലി അഥവാ ലംബമായി മണ്ണിനടിയിലേക്ക് കുത്തനെ വളരുന്നവയാണിവ. ഇവയിലും നോഡ്സ്, ഇന്റർ നോഡ്സ്, സ്കെയിൽ ലീവ്സ് എന്നിവയെല്ലാം കാണാം. ഇതിന് എക്സാമ്പിളാണ് കോളിക്കീഷ്യം, സാഫ്രോൺ, എലിഫന്റ് ഫൂട്ടിയാം അല്ലെങ്കിൽ ചേന എന്നിവയൊക്കെ. ഫോർത്ത് വണ്ണാണ് ബൾബ്. ഈ ഒനിയൻ, ഗാർലിക് എന്നിവയിലാണ് ഇത്തരം മോഡിഫിക്കേഷൻസ് കാണുന്നത്. പൊട്ടറ്റോ, ചേന എന്നിവയിലൊക്കെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ ഒനിയൻ പോലുള്ളവയിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം പോർഷൻ എഡിബിൾ അല്ല. ഈ ഡിസ്ക് പോലുള്ള ഈ ഭാഗമാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഇത് റെഡ്യൂസ്ഡ് ആണ്. ഇതിൽ എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത് സ്കെയിൽ ലീവ്സ് ആണ്. ഈ സ്കെയിൽ ലീഫിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഈ സ്റ്റെമ്മിലാണ് അഡ്വൻറ്റീഷ്യസ് റൂട്ട് ഫോം ചെയ്യുന്നത്. ഈ ഡിസ്ക് പോലുള്ള ഈ സ്റ്റെം പോർഷനിലാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.